ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വിപ്പിംഗ് ക്രീം എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം നമുക്കിപ്പോൾ ലോക്ക്ഡൗണോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ക്രീമൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കിപ്പം പുറത്തൊക്കെ പോയിട്ട് ക്രീം വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു വിപ്പിഡ് ക്രീം ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീം തന്നെയാണിത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയുടെ വെള്ള വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടി 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര. അപ്പോൾ മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുട്ടയുടെ വെള്ളം ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് അത് തിളച്ചതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്കതിൻ്റെ മുകളിലോട്ട് വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഡബിൾ ബോയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകാനും അതേപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ഈ ഒരു മുട്ട ഒന്ന് വെന്ത് കിട്ടും. അധികം ടൈം വെക്കരുത്, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പഞ്ചസാര അലിയുന്ന ടൈം വരെ വെച്ചാൽ മതി. അതിനുശേഷം പുറത്തെടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എഗ് ബീറ്റർ ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാം, പക്ഷേ കുറച്ച് ടൈം പിടിക്കും ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എഗ് ബീറ്റർ കൊണ്ട് തന്നെ ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാനിവിടെ വിസ്കും സ്പൂണൊന്നും എടുത്തിട്ടില്ല, എഗ് ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എഗ് ബീറ്റർ കൊണ്ട് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടു. ഇതേപോലെ ചെറുതായി ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വാനില എസൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ആഡ് ചെയ്യാം. ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരിക. പക്ഷേ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയം ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നല്ല ക്രീം പരുവത്തിലായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൻ്റെ എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് വരും ഇതിൽ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വിസ്കിലൊക്കെ ആക്കിയാൽ ഒട്ടും തന്നെ താഴെ പോകാത്ത പരുവത്തിലായിട്ടാണ് കിട്ടേണ്ടത്. എന്നാലാണ് നമുക്ക് ഐസിങ് ചെയ്താലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിഡ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു ഐസിങ് ബാഗിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് നോസിൽസാണ് വേണ്ടത് അതിട്ട് കൊടുത്ത് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഈ ഒരു ക്രീം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നല്ലൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പീസിലാണ് ഈ ഒരു ക്രീം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് തരിക, അതേപോലെ ലൈക്ക് ചെയ്യാൻ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.